കുട്ടി എക്സാം ആയിട്ട് പഠിക്കണോ? ഇതെന്താണ് ബുക്ക് വായിച്ച് പഠിക്കേ? ബാലരമ പഠിക്കേ? കണ്ടില്ലേ ശിജു പഠിക്കണുണ്ടോ? നീ എക്സാം എഴുതുക. പഠിക്കണോ ശിജു? ശിജു കിട്ടാ നമുക്ക് പരീക്ഷ എഴുതിയില്ലേ ശിജു? വേഗം എഴുതി കഴിഞ്ഞോ? പരീക്ഷ എഴുതിയിട്ട് വരികയാണ് ശിജു കിട്ടണല്ലേ? പരീക്ഷ എഴുതി. ആരാ പരീക്ഷ എഴുതി പറഞ്ഞതാ? ചിജുവാണ് പരീക്ഷ എഴുതി. കണ്ട ഷിജുവിനാണ് പേര്, നിനക്കില്ല. ഷിജുവിനാണ് പേര്. ിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സിജുക്കുട്ടന് പരീക്ഷ എഴുതാൻ പോകുകയാണ്. അപ്പോൾ സിജുക്കുട്ടന് പരീക്ഷ എഴുതുമ്പോൾ സ്ക്രൈബ് അതിനകത്ത് അല്ലേ? ഷെയ്ഹ ആണ്. ഷെയ്ഹ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇല്ലേ? ഏത് സ്കൂളില്? പുത്തൂര് സ്കൂളിലാണ് പഠിക്കുന്നത്. സിജുവിന്റെ പരീക്ഷ ഇപ്പോഴാണ് എഴുതുക. സിജു അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. അതെ. ഷിജു എന്താണ് സ്പെഷ്യൽ സ്കൂളിലും നോർമൽ സ്കൂളും പോയിട്ടുണ്ട്. നോർമൽ സ്കൂളിലും സ്പെഷ്യൽ സ്കൂളിലും ഒപ്പം പോയതാണ്. അപ്പൊ അവൻ 18 വയസ്സ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട് സ്പെഷ്യൽ സ്കൂളില്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ 5ാം ക്ലാസ് വരെ. സർക്കാർ സ്കൂളിൽ 5ാം ക്ലാസ് പോയതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ 7ാം ക്ലാസ്സിന്റെ പരീക്ഷയാണ് അവൻ എഴുതുന്നത്. അപ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രകാലം വരെ അവർ പരീക്ഷയൊന്നും അവനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടില്ല. അവരത് ചെയ്യേണ്ടതാണ്, അവരതൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ പല സ്കൂളിലും സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അവർ പരീക്ഷ എഴുതിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ അതാത് സമയങ്ങളിൽ സ്ക്രൈബിന് വെച്ചിട്ട് എഴുതിപ്പിക്കണം. പിന്നെ സാധാ നന്നായി എഴുതുന്ന കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത കുട്ടികളിനെ നമ്മൾ വെച്ച് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഇതേമാതിരി പിന്നീട് നമ്മൾ ഒരിക്കലും ഇതിനു വേണ്ടി ശ്രമം നടത്തേണ്ടി വരും. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അത് നടത്തിക്കഴിഞ്ഞാൽ അതോടെ പോകും. സ്പെഷ്യൽ സ്കൂളുകാരൊന്നും അതിന് മുൻകൈ എടുക്കാറില്ല. അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ എടുത്തിട്ടില്ല. പലവരും എടുക്കുന്നുണ്ടാവും, അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അവരതൊന്നും ചെയ്തു തന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. 18 വയസ്സ് വരെ സ്കൂളിൽ പോയിട്ട് അവര് ചെയ്തിട്ടില്ല. ഇതിപ്പോ കുട്ടികളുടെ വെച്ച് വെറുതെ എഴുതിപ്പിക്കലാണ്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷെ അത് അവരാണ് ചെയ്തു തരേണ്ടത്. നമുക്ക് അതിന്റെ കാര്യം അറിഞ്ഞതുമില്ല. എന്താണ് ചെയ്യേണ്ടത്? പല കാര്യങ്ങൾക്കും സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമുണ്ടാവും പല കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ ഇതൊക്കെ ഒരു അത്യാവശ്യ കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ മാത്രം വിടുന്നവര് ഗവൺമെന്റിന് പരീക്ഷ എഴുതിപ്പിക്കണം. അതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും. ഇവരാണ് സാക്ഷരതാ മിഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ, ടീച്ചർമാർ. നമ്മളോട് പരീക്ഷ എഴുതുന്നവരോടൊക്കെ നല്ല സഹകരണങ്ങളാണ്. നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു ജോലിക്കാർ. അതേമാതിരി എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ നമ്മൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും എന്ത് സംശയങ്ങളും ചോദിക്കുക. പിന്നെ ഉച്ചയായപ്പോൾ സിജുക്കുട്ടനെ ആഹാരം കഴിക്കാൻ കൊണ്ടുപോയി. അവനിക്കത് വലിയ സന്തോഷമായിരുന്നു. അത് പറഞ്ഞാൽ അവൻ ഇത്ര കാലങ്ങളായിട്ടും 10-18 വർഷം സ്കൂളിൽ പോയിട്ടും പരീക്ഷ എഴുതാനൊന്നും അവനിക്ക് കഴിഞ്ഞില്ല. ഒരു സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഞങ്ങൾക്ക് അവന് പരീക്ഷ എഴുതുക പറയണം, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക പറയുന്നതിലൊക്കെ വലിയ സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ പോയി ഉച്ചയ്ക്ക് മുമ്പ് 2 പരീക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കാൻ പോയത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഒരു 15-20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യണം. ശുചിക്കുട്ടൻ ആദ്യമൊന്നും വെയിറ്റ് ചെയ്യില്ല. ഞങ്ങളങ്ങനെ സ്ഥിരം കൊണ്ടുപോയിട്ട് തന്നെയാണ് അവനെ വെയിറ്റ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ അവൻ്റെ അടുത്ത് പറയും പെട്ടെന്ന് തരണവൻ വെയിറ്റ് ചെയ്യില്ല എന്നൊക്കെ. അവരും ആകുന്നത്ര വാങ്ങി കൊണ്ടുവരും. എന്നാലും പൊതുവെ ഒരു 10-15 മിനിറ്റ് ചിലപ്പോൾ 20 മിനിറ്റൊക്കെ ആകാറുണ്ട്. അങ്ങനെ ആയിട്ട് തന്നെ ശുചിക്കുട്ടൻ വെയിറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. മുമ്പൊന്നും അങ്ങനെ കൊണ്ടുപോയില്ല. ഇപ്പം വഴക്കുണ്ടാക്കും പെട്ടെന്ന് കിട്ടണം പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് ശുചിക്കുട്ടനിക്കും വലിയ സന്തോഷമായി. അങ്ങനെ പുറത്തിറങ്ങി. എനിക്ക് ഉച്ചയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് പോയി ആഹാരം കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ GLP സ്കൂൾ കൽപ്പാത്തി വെച്ചിട്ടാണ് പരീക്ഷ നടത്തുന്നുണ്ടായിരുന്നത്. കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ എഴുതി 4 മണി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞു. ഇനി നാളെയാണ് പരീക്ഷയുള്ളത്. പരീക്ഷ എഴുതിയിട്ട് വന്നല്ലോ. നമുക്ക് പരീക്ഷ എഴുതിയില്ലേ ശിജു?
വേഗം എഴുതി കഴിഞ്ഞോ? പരീക്ഷ എഴുതിയിട്ട് വരികയാണ് ചിതുക്കുട്ടനല്ലേ? പരീക്ഷ എഴുതി. ആരാ പരീക്ഷ എഴുതി പറഞ്ഞതാ? ചിജുവാണ് പരീക്ഷ എഴുതി. കണ്ട, ഷിജുവിനാണ് പേര്, എനിക്കില്ല. ഷിജുവിനാണ് പേര്. ഷിജുക്കുട്ട എക്സാം ഒക്കെ എഴുതിയിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ എക്സാം നല്ല കഷ്ടം ഉണ്ടായിരുന്ന? സുഖമായിട്ട് എഴുതിയ? എളുപ്പമായിരുന്നു ഇല്ല? പേടിയൊന്നും ഇല്ല? അപ്പൊ എക്സാം എഴുതാൻ അങ്ങനെ പേടിയൊന്നുമില്ല, എളുപ്പം എഴുതാൻ പറ്റിയെന്ന് 3 പരീക്ഷയാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത്? 3 മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. മലയാളം, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആരും പേടിക്കാനൊന്നും ഇല്ല. പെട്ടെന്ന് എല്ലാവർക്കും എഴുതിയിട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഇങ്ങനത്തെ കുട്ടികളൊക്കെ എഴുതാത്തവരൊക്കെ പരീക്ഷ എഴുതുക, സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഇങ്ങനത്തെ രീതിക്ക് എല്ലാവരും മുന്നോട്ട് വരണം. എഴുതാത്തവരൊക്കെ നാളെയും കൂടിയുണ്ട് എക്സാം. നാളെയുണ്ട് 3 പരീക്ഷ, അതോട് കഴിഞ്ഞു. നാളെ സോഷ്യലും ബേസിക്കും മാത്സ്. പിന്നെ സാക്ഷരതാ മിഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി എല്ലാവിടെയും സാക്ഷരതാ മിഷൻ്റെ ഓഫീസുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. പിന്നെ 7, 8 ഇതേമാതിരിയൊക്കെ പരീക്ഷ എഴുതാത്തവരുണ്ട്. സാധാരണ നമ്മളെമാരിയുള്ള ആൾക്കാർ പരീക്ഷ എഴുതാത്തവർ, അവർക്കും 10ാം ക്ലാസ്, ഡിഗ്രി, 7ാം ക്ലാസ് അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ അവർക്ക് എഴുതാൻ പറ്റും. എന്താ പറയുക, ഗൾഫ് രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ എമിഗ്രേഷന് 10ാം ക്ലാസ് ജയിക്കുമ്പോഴാണ് എമിഗ്രേഷനൊക്കെ ക്ലിയർ ആകുക. അല്ലെങ്കിൽ ഒരു എമിഗ്രേഷൻ എന്നുള്ളൊരു പേപ്പറും കൂടി അപ്പോൾ ശരിയാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ആവശ്യത്തിനും എന്തെങ്കിലും മുൻ ജോലികൾ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് പോയി ഞാൻ 4ാം ക്ലാസ്സാണ് പഠിച്ച് 7ാം ക്ലാസ്സാണ് പഠിച്ച് പറയുമ്പോഴേക്കും ഒരു മാനക്കെട്ട് ഉണ്ടാവും. അപ്പോൾ ആൾ വലിയ ഗമയിലും ഗെറ്റപ്പിലും ഉണ്ടാവും. പക്ഷെ പഠിപ്പ് പറയുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് സാക്ഷരതാ മിഷൻ്റെ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് നേടി ഞാൻ വലിയ പഠിപ്പുകാരാണെന്നൊക്കെ പറയാനും എല്ലാത്തിനും ഉപയോഗത്തിനും ജോലി നേടാനും എല്ലാത്തിനും നല്ലതാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ ചെറിയൊരു 7ാം ക്ലാസ് ആയിരിക്കും, നല്ല തലപ്പത്തിരിക്കുന്നുണ്ടാവും. അവർക്ക് ഡിഗ്രി, 10ാം ക്ലാസ്, ഡിഗ്രി, +2 ഇതേമാതിരത്തെ പരീക്ഷകളൊക്കെ എഴുതി അവന് മുന്നിൽ ഒറിജിനലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ വാല്യൂ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം, ഒറിജിനലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഉപകാരപ്പെടും. എല്ലാവരും സാക്ഷരതാ മിഷൻ്റെ ഈ പരിപാടിയിലേക്ക് വരണം. ആരും എഴുതാത്തവരെല്ലാവരും പരീക്ഷ എഴുതണം. 85 വയസ്സുള്ളവരും 85 വയസ്സുള്ളവരും 65 വയസ്സുള്ളവരൊക്കെ പരീക്ഷ എഴുതുന്നുണ്ട്. അല്ലാണ്ട് ശിശുക്കുട്ടന്മാരുള്ളവർ മാത്രമല്ല, പരീക്ഷയിൽ മുന്നോട്ട് വരേണ്ടവരെല്ലാവരും എഴുതി മുന്നോട്ട് വന്ന് ഇതിന് സഹകരിക്കണം. അങ്ങനെ മുന്നോട്ട് എല്ലാവരും വരിക ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ. നമ്മുടെ എന്താ പേര് നിന്റെ? ഷെയ്ഹ. നല്ല മിടുക്കിയാണ്. അവൾ 6ാം ക്ലാസ്സിലാണ് അല്ലേ? എന്നിട്ടും കൂടി 7ലെ എക്സാം എഴുതുക ജയിച്ചു. ആ തൻ്റെ അടുത്തോടു കൂടി, ആ ആത്മവിശ്വാസത്തോടു കൂടി, ഞാൻ എഴുതാ, ഞാൻ വരാ, ഷിജുവിന് വേണ്ടി ഞാൻ വരും എന്ന് പറഞ്ഞു വന്നു. വളരെ സന്തോഷം. മിടുക്കിയാണ്, മാഷാ അല്ലാ. അതെ അതെ, മിടുക്കിയാണ്. എന്നിട്ട് പേര് ആർക്കാണ് പറഞ്ഞ? ഷിജുവിന്. ഞാൻ അല്ല, ഷിജുക്കുട്ടനില്ലേ? ആരാണ് എക്സാം എഴുതി ചോദിച്ചപ്പോ ചിജുന്ന്. ആരെ എക്സാം എഴുതി? ആരെ എക്സാം എഴുതി? ഷിജുവാണോ എഴുതിയത്? ഷിജുവാണ് എക്സാം എഴുതിയത്. ഈ കുട്ടി ഉമ്മാനെ പരീക്ഷ എഴുതാൻ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ട് ഞങ്ങളമാതിരി പുറത്ത് കാത്തിരിക്കുകയാണ്. അതേമാതിരി ഇയാളും അവൻ്റെ ഭാര്യനെ പരീക്ഷ എഴുതാൻ ഇരുത്തിയിട്ട് പുറത്ത് കാത്തിരിക്കുകയാണ്. അതേമാതിരി ഭർത്താക്കന്മാരിനെ പരീക്ഷ എഴുതാൻ ഇരുത്തിയിട്ട് കാത്തിരിക്കുന്ന ഭാര്യമാർ, അങ്ങനെ പ്രായവരൊക്കെ ഉണ്ട്. അവൻ്റെ മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ പരസ്പരം ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പരീക്ഷ എഴുതാൻ. അങ്ങനെ എഴുതിപ്പിക്കാൻ വരുന്നവരാണ് അധികവും. അപ്പം നമ്മൾ 2ാം ദിവസം പരീക്ഷയൊക്കെ എഴുതി ഉച്ചയായപ്പോൾ ശിജുക്കുട്ടനെ ആഹാരം കഴിപ്പിക്കാനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ നമ്മൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോലിക്കാരൻ്റെ അടുത്ത്, സാക്ഷരതാ മിഷൻ്റെ ജോലിക്കാരൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ചില കാര്യങ്ങളേ ഉള്ളൂ, എളുപ്പ വഴിയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യവും അവർ ചെയ്തു തരും. നമുക്കൊരു പണിയൊന്നുമില്ല. പിന്നെ അവരൊരു ബുക്ക് തരും, അത് പഠിക്കുക, പരീക്ഷ എഴുതുക, അത്ര തന്നെ. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കുക, അതൊക്കെ അവർ പറഞ്ഞു തരും. അവരതിനൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. നമ്മൾ പഠിക്കണം, എഴുതാൻ തയ്യാറാകണം. അങ്ങനെ 7 പാസ്സായി കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ് എഴുതാൻ പറ്റും. 10 കഴിഞ്ഞവർക്ക് +2 എഴുതാം, +2 കഴിഞ്ഞവർക്ക് ഡിഗ്രി എഴുതാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് PG എഴുതാം. അങ്ങനെയൊക്കെ ഒരുപാട് എഴുതിയെടുത്തിട്ട് പലവരും ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ
ഇതിനെല്ലാവരും മുന്നോട്ട് വരണം. ഇതിനൊന്നും മാനക്കേട് വിചാരിക്കാനില്ല. പല പ്രായത്തിലുള്ളവരും അമ്മമാരും പ്രായമായവരും അന്ന് പഠിക്കാൻ നല്ല ഉത്സാഹം ഉണ്ടാവും. അവർക്കൊന്നും പിന്നീട് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. പല കാര്യത്തിനും ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടവരുണ്ടാവും. അവരൊക്കെ ഇതേമാതിരി എഴുതാൻ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. ബൈ.